Welcome to my YouTube channel Anjali Devadas Biohub. So, ഇന്ന് നമ്മൾ +1 സുവോളജിയിലെ ചാപ്റ്റർ 8 എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ് ആൻഡ് എലിമിനേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ മെറ്റാബോളിക് വേസ്റ്റ് പ്രൊഡക്റ്റുകൾ ഏതൊക്കെയാണ്? അമോണിയ, യൂറിയ, യൂറിക് ആസിഡ്, കാർബൺ ഡയോക്സൈഡ്, വാട്ടർ, അതുകൂടാതെ കുറച്ച് അയോൺസുകൾ, അതായത് സോഡിയം, പൊട്ടാസ്യം, ക്ലോറിൻ, ഫോസ്ഫേറ്റ്, സൾഫേറ്റ്, ഇങ്ങനെയുള്ള അയോൺസുകളും എന്താണ്, ഇതൊക്കെയാണ് മെറ്റാബോളിക് വേസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അതിൽ അമോണിയ, യൂറിയ, യൂറിക് ആസിഡ് ഇതൊക്കെ നൈട്രോജിനസ് വേസ്റ്റുകളാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള വേസ്റ്റ് പ്രൊഡക്റ്റുകൾ നമ്മളുടെ ശരീരത്തിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യുന്നതിന് ആ ഒരു പ്രോസസ്സിനെയാണ് എക്സ്ക്രീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദ എലിമിനേഷൻ ഓഫ് വേസ്റ്റ് പ്രൊഡക്റ്റ് ഫ്രം ദ ബോഡി ഈസ് കോൾഡ് എക്സ്ക്രീഷൻ. ഇനി അമോണിയ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ മോസ്റ്റ് ടോക്സിക് ആൻഡ് ലിക്വർ ലാർജ് എമൗണ്ട് ഓഫ് വാട്ടർ. അമോണിയയാണ് മോസ്റ്റ് ടോക്സിക്, അതിന് ധാരാളം ലാർജ് എമൗണ്ട് ഓഫ് വാട്ടർ വേണം. യൂറിക് ആസിഡ് എന്ന് പറയുന്നത് ലെസ് ടോക്സിക് ആണ് ആൻഡ് ദേ ക്യാൻ ബി റിമൂവ്ഡ് വിത്ത് മിനിമം ലോസ് ഓഫ് വാട്ടർ. യൂറിയ എന്ന് പറയുന്നത് അമോണിയനേക്കാളും ലെസ് ടോക്സിക് ആണ് ആൻഡ് ഇറ്റ് ഈസ് സോലുബിൾ ഇൻ വാട്ടർ. യൂറിയ എന്ന് പറയുന്നത് എന്താണ്, വാട്ടറിൽ സോലുബിൾ ആണ് ആൻഡ് ടു റിക്വയർ സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഫോർ എലിമിനേഷൻ. കുറച്ച് എമൗണ്ട് വാട്ടർ അതിന് ആവശ്യമാണ്. അപ്പോൾ അമോണിയക്കാണ് ഏറ്റവും കൂടുതൽ വാട്ടർ വേണ്ടത്. അത് കഴിഞ്ഞിട്ട് വേണ്ടത് യൂറിയയാണ്. യൂറിക് ആസിഡിന് വളരെ മിനിമം വാട്ടർ മാത്രം മതി. ഇനി എലിമിനേഷൻ ഓഫ് നൈട്രോജിനസ് എക്സ്ക്രീറ്ററി വേസ്റ്റ്. ദ പ്രോസസ് ഓഫ് എലിമിനേഷൻ ഓഫ് നൈട്രോജൻ കണ്ടെയ്നിങ് വേസ്റ്റ് പ്രൊഡക്റ്റ് ഫ്രം ദ ബോഡി ഈസ് കോൾഡ് നൈട്രോജിനസ് എക്സ്ക്രീഷൻ. അതായത് നൈട്രോജൻ അടങ്ങുന്ന വേസ്റ്റ് പ്രൊഡക്റ്റ് എലിമിനേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നൈട്രോജിനസ് എക്സ്ക്രീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് തന്നെ 3 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? അമണോടെലിസം, യൂറിയോടെലിസം, യൂറിക്കോടെലിസം, അങ്ങനെ 3 നൈട്രോജിനസ് എക്സ്ക്രീഷൻ ആണ് ഉള്ളത്. അതിൽ അമണോടെലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ പേരിൽ തന്നെയുണ്ട് അമോണിയ. അതായത് ഇവിടെ നമ്മൾ അമോണിയ നൈട്രോജനസ് വേസ്റ്റ് എലിമിനേറ്റ് ചെയ്യുന്നത് ഇൻ ദ ഫോം ഓഫ് അമോണിയ. അതിനെയാണ് അമണോടെലിസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു അമണോടെലിസം എക്സിബിറ്റ് ചെയ്യുന്ന അനിമൽസിനെ അമണോടെലിക് അനിമൽസ് എന്ന് പറയും. അതിന് എക്സാമ്പിൾ ആണ് ബോണി ഫിഷസ്, അക്വാട്ടിക് ആംഫീബിയൻസ്, അക്വാട്ടിക് ഇൻസെക്ട്. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ അമണോടെലിക് അനിമൽസുകളാണ്. അമോണിയ എന്ന് പറയുന്നത് വളരെ ടോക്സിക് ആണ്. അത് വാട്ടറിൽ സോലുബിൾ ആണ്. അത് മാത്രമല്ല അതിന് ലാർജ് എമൗണ്ട് ഓഫ് വാട്ടർ വേണം. അത് എലിമിനേറ്റ് ചെയ്യണമെങ്കിൽ ലാർജ് എമൗണ്ട് ഓഫ് വാട്ടർ വേണം. സോ ഈ അമോണിയ എക്സ്ക്രീറ്റ് ചെയ്യുന്നത് ഫിഷസിന്റെ കേസിലാണ് ഈ ഗിൽ സർഫസ് വഴിയോ അല്ലെങ്കിൽ ബോഡി സർഫസ് വഴിയൊക്കെയാണ് അമോണിയം അയേൺസുകളായിട്ടാണ് ഇങ്ങനെ എലിമിനേറ്റ് ചെയ്ത് പോകുന്നത്. കിഡ്നിക്ക് ഈ ഒരു അമോണിയ എക്സ്ക്രീഷനായിട്ട് യാതൊരുവിധ ബന്ധം കിഡ്നിക്ക് ഇല്ല. ഓക്കെ, ഇനി അടുത്തത് യൂറിയോടെലിസം. യൂറിയോടെലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? യൂറിയ, അതായത് ഇവിടെ നമ്മൾ യൂറിയ നൈട്രോജനസ് വേസ്റ്റ് എലിമിനേറ്റ് ചെയ്യുന്നത് യൂറിയയുടെ ഫോമിലാണ്. അതാണ് യൂറിയോടെലിസം. അപ്പോൾ അങ്ങനെയുള്ള അനിമൽസിനെ യൂറിയോടെലിക് അനിമൽസ് എന്ന് പറയും. അതിൽ മനുഷ്യൻ ഇൻക്ലൂഡ് ചെയ്ത ഓൾ മാമൽസ് ഇൻക്ലൂഡിങ് മാൻ, അതുപോലെ തന്നെ കുറച്ച് ടെറസ്ട്രിയൽ ആംഫീബിയൻസ്, അതുപോലെ തന്നെ മറൈൻ ഫിഷസ്, ഇതൊക്കെ എന്താണ്? ദേ ആർ യൂറിയോടെലിക് അനിമൽസ്. ഇനി അമോണിയ പ്രൊഡ്യൂസ്ഡ് ബൈ മെറ്റാബോളിസം ഈസ് കൺവേർട്ടഡ് ഇൻ ടു യൂറിയ ഇൻ ദ ലിവർ. അതായത് മെറ്റാബോളിസത്തിന്റെ സമയത്ത് അമോണിയ ഉണ്ടാവും, എന്ത് ചെയ്യും? അത് ലിവറിൽ വെച്ച് യൂറിയ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് ഈ യൂറിയ ബ്ലഡിലേക്ക് റിലീസ് ചെയ്യും, വിച്ച് ഈസ് ഫിൽറ്റർഡ് ആൻഡ് എക്സ്ക്രീറ്റഡ് ഔട്ട് ബൈ ദ കിഡ്നി. ഓക്കെ, ആൻഡ് സം എമൗണ്ട് ഓഫ് യൂറിയ മേ ബി റിട്ടേൺ ഇൻ ദ കിഡ്നി മാട്രിക്സ് ടു മെയിൻ ഓസ്മോളാരിറ്റി. കുറച്ച് യൂറിയ നമ്മുടെ കിഡ്നിയിൽ തന്നെ ഇരിക്കും. എന്തിനാണ്? ഓസ്മോളാരിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സെക്ഷനിലുള്ളത്. അപ്പൊ എന്തൊക്കെ പറഞ്ഞു? അമണോടെലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ അമോണിയ എക്സ്ക്രീറ്റ് ചെയ്ത് കളയുന്ന ആ ഒരു പ്രോസസ്സാണ് അമണോടെലിസം. അങ്ങനെയുള്ള അനിമൽസിന് അമണോടെലിക് അനിമൽസ് എന്ന് പറയും. അതിന് ഉദാഹരണമാണ് ബോണി ഫിഷസും അക്വാട്ടിക് ആംഫീബിയൻസും അക്വാട്ടിക് ഇൻസെക്ട്. യൂറിയോടെലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? യൂറിയ എക്സ്ക്രീറ്റ് ചെയ്യുന്നതിനെയാണ് യൂറിയോടെലിസം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള അനിമൽസിന് യൂറിയോടെലിക് അനിമൽസ്, അതിൽ മനുഷ്യന്മാരും മാമൽസും ടെറസ്ട്രിയൽ ആംഫീബിയൻസും മറൈൻ ഫിഷസ് ഒക്കെ യൂറിയോടെലിക് അനിമൽസുകളാണ്. ഇനി ലാസ്റ്റ് ആണ് യൂറിക്കോടെലിസം. യൂറിക്കോടെലിസം എന്ന് പറഞ്ഞാൽ യൂറിക് ആസിഡ് ആണ് എലിമിനേറ്റ് ചെയ്ത് കളയുന്നത്. ഓക്കെ, ആ ഒരു പ്രോസസ്സിനെ യൂറിക്കോടെലിസം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള അനിമൽസിനെ യൂറിക്കോടെലിക് അനിമൽസ് എന്ന് പറയും. ഇങ്ങനെയുള്ള അനിമൽസിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ദേ ആർ കംപ്ലീറ്റ്ലി ടെറസ്ട്രിയൽ. അതിന് എക്സാമ്പിൾ ആണ് റെപ്റ്റൈൽസ്, ബേർഡ്സ്, ലാൻഡ് സ്നെയിൽ ആൻഡ് ഇൻസെക്ട്. യൂറിക് ആസിഡ് എന്ന് പറയുന്നത് വളരെ ലെസ് ടോക്സിക് ആണ്. അത് വാട്ടറിൽ ഇൻസോലുബിൾ ആണ്. അതുകൊണ്ട് അത് എലിമിനേറ്റ് ചെയ്യുന്നത് സോളിഡ് സ്റ്റേറ്റിലാണ്. സോ ഇറ്റ് ഡസ് നോട്ട് റിക്വയർ വാട്ടർ ഫോർ എലിമിനേഷൻ. അതിന് വാട്ടറിന്റെ ആവശ്യമൊന്നും ഇല്ല.
ഓക്കെ, ഇത്രയും ക്ലിയർ ആയോ? സോ എന്തൊക്കെ നമ്മൾ പറഞ്ഞു, അതായത് മെറ്റാബോളിക് വേസ്റ്റ് പ്രൊഡക്റ്റുകളാണ് അമോണിയ, യൂറിയ, യൂറിക് ആസിഡ്, കാർബൺ ഡയോക്സൈഡ്, വാട്ടർ, അതുപോലെ തന്നെ സോഡിയം, പൊട്ടാസ്യം, ക്ലോറിൻ, ഫോസ്ഫേറ്റ്, സൾഫേറ്റ് പോലുള്ള അയൺസുകളൊക്കെയാണ് മെറ്റാബോളിക് വേസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അതിൽ നൈട്രോജനസ് വേസ്റ്റുകളാണ് അമോണിയ, യൂറിയ, യൂറിക് ആസിഡ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇനി ഈ ഒരു നൈട്രോജനസ് വേസ്റ്റുകൾ എലിമിനേറ്റ് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ്? 3 പ്രോസസ്സാണ് മെയിൻ ആയിട്ട് നൈട്രോജനസ് എക്സ്ക്രീഷൻ പറയുന്നത്. എന്താണ്? അമോണോട്ടലിസം, യൂറിയോട്ടലിസം, യൂറിക്കോട്ടലിസം. അമോണോട്ടലിസം എന്ന് പറഞ്ഞാൽ അമോണിയ എക്സ്ക്രീറ്റ് ചെയ്യും, യൂറിയോട്ടലിസം എന്ന് പറഞ്ഞാൽ യൂറിയ എക്സ്ക്രീറ്റ് ചെയ്യും, യൂറിക്കോട്ടലിസം എന്ന് പറഞ്ഞാൽ യൂറിക് ആസിഡ് എലിമിനേറ്റ് ചെയ്ത് കളയും. ഓക്കെ, ഇനി അടുത്തത് എക്സ്ക്രീറ്ററി ഓർഗൻസ് ഇൻ അനിമൽസ്. ദ കോമൺ എക്സ്ക്രീറ്ററി ഓർഗൻ ഇൻ അനിമൽസ് ആർ, നമ്മൾ എന്താണ് അനിമൽ കിങ്ഡം പഠിക്കുമ്പോൾ കുറേ എക്സ്ക്രീറ്ററി ഓർഗൻസ് നമ്മൾ കേട്ടിട്ടുണ്ട്. പ്രോട്ടോനെഫ്രീഡിയ കേട്ടിട്ടുണ്ട്, കോക്രോച്ച് പഠിക്കുമ്പോൾ മാൽപീജിയൻ ട്യൂബിൾസിന്റെ കേസ്, അതുപോലെ തന്നെ ആർത്രോപോഡയിൽ നമ്മൾ പ്രൗണിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഗ്രീൻ ഗ്ലാൻസ്, ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. സോ ഇതൊക്കെ എന്താണ്? ഇതൊക്കെ അനിമൽസിലുള്ള എക്സ്ക്രീറ്ററി ഓർഗൻസുകളാണ്. ഓക്കെ, അപ്പോൾ ദ കോമൺ എക്സ്ക്രീറ്ററി ഓർഗൻസ് ഇൻ അനിമൽസ് ആർ പ്രോട്ടോനെഫ്രീഡിയ, നെഫ്രീഡിയ, മാൽപീജിയൻ ട്യൂബിൾസ്, ഗ്രീൻ ഗ്ലാൻഡ് ആൻഡ് കിഡ്നി. ഓക്കെ, ഇവരെന്താ ചെയ്യുന്നത്? ഈ ഒരു എക്സ്ക്രീറ്ററി ഓർഗൻസ് ഉള്ളത് കൊണ്ടാണ് നൈട്രോജനസ് വേസ്റ്റുകൾ എലിമിനേറ്റ് ചെയ്യാനായിട്ടും നമ്മുടെ ശരീരത്തിൽ ഒരു ഓസ്മോ റെഗുലേഷൻ കീപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ ഓസ്മോ റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ അയോണിക് ഫ്ലൂയിഡ് വോളിയം ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്ന് നോക്കാം. ഒന്നാമത്തെയാണ് പ്രോട്ടോനെഫ്രീഡിയ. പ്രോട്ടോനെഫ്രീഡിയ ഓർ ഫ്ലെയിം സെൽസ് എന്ന് പറയും. അതിന് എക്സാമ്പിൾ ആണ് ഫ്ലാറ്റ് വർംസ്. അതായത് പ്ലാറ്റി ഹെൽമന്തസിലാണ് ഈ പ്രോട്ടോനെഫ്രീഡിയ ഉള്ളത്. ഓക്കെ, റോട്ടിഫേഴ്സ്, അതായത് ഇതൊക്കെയാണ് ഫ്ലാറ്റ് വോംസിൽ എക്സാമ്പിൾ പ്ലാനേറിയ, റോട്ടിഫേഴ്സ്. അതുപോലെ തന്നെ സം അനിലിഡ്സ് ആൻഡ് സെഫലോകോഡേറ്റ്, എക്സാമ്പിൾ ആംഫിയോസെക്സ്. ഇതിലൊക്കെ പ്രോട്ടോനെഫ്രീഡിയ ഉള്ളത്. അപ്പോൾ ഇതിലൊക്കെയാണ് ഫ്ലാറ്റ് വോം, റോട്ടിഫേഴ്സ്, ചില അനിലിഡ്സിലും സെഫലോകോഡേറ്റ്സ് ആയിട്ടുള്ള എക്സാമ്പിൾ ആംഫിയോസെക്സിലൊക്കെ പ്രോട്ടോനെഫ്രീഡിയയാണ് അവരുടെ എക്സ്ക്രീറ്ററി ഓർഗൻ എന്ന് പറയുന്നത്. ഇനി നെഫ്രീഡിയ എന്ന് പറയുമ്പോൾ എന്താണ്? അനിലിഡ്സിലുള്ളതാണ്, മെയിനായിട്ട് എർത്ത് വേംസിൽ. ട്യൂബുലർ എക്സ്ക്രീറ്ററി സ്ട്രക്ചർ ഓഫ് അനിലിഡ്സ് ആണ് നെഫ്രീഡിയ എന്ന് പറയുന്നത്. നൈട്രോജനസ് വേസ്റ്റ് റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും, അതുപോലെ തന്നെ അയോണിക് ബാലൻസും ഫ്ലൂയിഡ് ബാലൻസും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അടുത്തത് മാൽപീജിയൻ ട്യൂബിൾസ് എന്ന് പറയുന്നത് ഇൻസെക്റ്റിലാണ്. നമ്മൾ കോക്രോച്ചിന്റെ കേസിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എന്താണ്? ഇൻസെക്ട് ഇൻക്ലൂഡിങ് കോക്രോച്ചസ്, അതിലൊക്കെ ഉള്ള മാൽപീജിയൻ എക്സ്ക്രീറ്ററി സ്ട്രക്ചർ ആണ് മാൽപീജിയൻ ട്യൂബിൾ എന്ന് പറയുന്നത്. ഇതിന്റെ മെയിൻ ജോലി എന്ന് പറയുന്നത് ഓസ്മോ റെഗുലേഷനും അതുപോലെ തന്നെ നൈട്രോജനസ് വേസ്റ്റ് റിമൂവ് ചെയ്യുക എന്നാണ്. അടുത്തത് ആന്റിനൽ ഗ്ലാൻഡ്. ആന്റിനൽ ഗ്ലാൻഡ് അഥവാ ഗ്രീൻ ഗ്ലാൻഡ് എന്ന് പറയും. അതിന് എക്സാമ്പിൾ ആണ് ക്രസ്റ്റേഷ്യൻ ലൈക്ക് പ്രോൺ. അതിലൊക്കെ ഈ ചെമ്മീനിലൊക്കെ ഉള്ള എക്സ്ക്രീറ്ററി ഓർഗൻ ആണ് ഈ ഗ്രീൻ ഗ്ലാൻഡ് അല്ലെങ്കിൽ ആന്റിനൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെ പറഞ്ഞു? പ്രോട്ടോനെഫ്രീഡിയ എന്ന് പറയുന്നത് പ്ലാറ്റിഹെൽമിന്തസിലും അതുപോലെ തന്നെ റോട്ടിഫേഴ്സ്, ചില അനിലിഡ്സ്, സെഫലോകോഡേറ്റ്സ്, ആംഫിയോസെക്സിലൊക്കെ കാണുന്നതാണ് ഈ പ്രോട്ടോനെഫ്രീഡിയ എന്ന് പറയുന്നത്. നെഫ്രീഡിയ എന്ന് പറയുന്നത് എർത്ത് വേംസ്, അതായത് അനിലിഡ്സിലാണ് കാണുന്നത്. മാൽപീജിയൻ ട്യൂബിൾസ് എന്ന് പറയുന്നത് ഇൻസെക്ട് ഇൻക്ലൂഡിങ് കോക്രോച്ചസ്. ഗ്രീൻ ഗ്ലാൻഡ് എന്ന് പറയുന്നത് ചെമ്മീനിലാണ് കാണുന്നത്. ഓക്കെ, ഇനി നമ്മൾ മെയിൻ കാര്യത്തിലേക്ക് വരികയാണ്. ഹ്യൂമൻ എക്സ്ക്രീറ്ററി സിസ്റ്റം. ദ എക്സ്ക്രീറ്ററി സിസ്റ്റം ഓഫ് മാൻ കൺസിസ്റ്റ് ഓഫ് പെയർ ഓഫ് കിഡ്നി. അപ്പം നമ്മളുടെ എക്സ്ക്രീറ്ററി ഓർഗൻ എന്ന് പറയുന്നത് കിഡ്നിയാണ്. ഒരു പെയർ ഓഫ് കിഡ്നിയാണ് ഉള്ളത്. അതുപോലെ തന്നെ പെയർ ഓഫ് യൂറിറ്റർ ഉണ്ട്, യൂറിനറി ബ്ലാഡർ, അതുപോലെ തന്നെ യൂറേത്ര ഉണ്ട്. അപ്പം എന്തൊക്കെയാണ് ഉള്ളത്? പെയർ ഓഫ് കിഡ്നി, പെയർ ഓഫ് യൂറിറ്റർ, യൂറിനറി ബ്ലാഡർ ആൻഡ് യൂറീത്ര. ഓക്കെ, അതിൽ ഒന്നാമത്തേന് കിഡ്നി. കിഡ്നി എന്ന് പറയുന്നത് ഒരു റെഡിഷ് ബ്രൗൺ അല്ലെങ്കിൽ ബീൻ ഷേപ്ഡ് യൂറിൻ ഫോമിംഗ് ഓർഗൻ ആണ് കിഡ്നി എന്ന് പറയുന്നത്. അപ്പൊ കിഡ്നി എന്ന് പറഞ്ഞാൽ റെഡിഷ് ബ്രൗൺ ആണ്, ബീൻ ഷേപ്പ് ആണ്, യൂറിൻ ഫോമിംഗ് ഓർഗൻ ആണ് കിഡ്നി എന്ന് പറയുന്നത്. അതിന്റെ ലൊക്കേഷൻ എവിടെയാണ്? ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ബിറ്റ്വീൻ ദ ലെവൽ ഓഫ് ലാസ്റ്റ് തൊറാസിക് ആൻഡ് തേർഡ് ലംബർ വെർട്ടിബ്ര. അത് ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കുക. എവിടെയാണുള്ളത് കിഡ്നി ലൊക്കേറ്റ് ചെയ്തേക്കുന്നത്? ലാസ്റ്റ് തൊറാസിക് ആൻഡ് തേർഡ് ലംബർ വെർട്ടിബ്ര, അതിന് നടുക്കായിട്ടാണ് കിഡ്നി ഇരിക്കുന്നത്. And they lie at the back of the abdominal cavity on either side of the vertebral column just below the diaphragm. അപ്പോൾ diaphragm ഇരിക്കുന്ന എവിടെയാണ്? the level of 12th thoracic and first and second lumbar vertebrae അവിടെയാണ് diaphragm ഇരിക്കുന്നത്. ഈ ഡയഫ്രത്തിന് തൊട്ട് താഴെ, അതായത് ലാസ്റ്റ് thoracic third lumbar vertebrae അവിടെയാണ് കിഡ്നി ഇരിക്കുന്നത്. ഓക്കെ, ദ ലെഫ്റ്റ് കിഡ്നി is placed a little higher than right kidney. അപ്പോൾ റൈറ്റ് കിഡ്നിയേക്കാളും കുറച്ചും കൂടി പൊക്കിയാണ് ലെഫ്റ്റ് കിഡ്നി വെച്ചിരിക്കുന്നത്. സൈസ് ഓഫ് കിഡ്നി എന്ന് പറയുന്നത് ഒരു 10-12 സെന്റിമീറ്റർ നീളവും 5-7 സെന്റിമീറ്റർ വിഡ്ത്തും 2-3 സെന്റിമീറ്റർ തിക്നെസ്സുമാണ് ഒരു കിഡ്നിക്ക് ഉള്ളത്. അഡൽറ്റിൽ എന്ന് പറയുമ്പോൾ എന്താണ്? 120 ഗ്രാം തുടങ്ങി 170 ഗ്രാം വരെയുണ്ട്. ഇപ്പോൾ മെയിൽ പറയുകയാണെങ്കിൽ മെയിൽസിൽ 150 ഗ്രാമും ഫീമെയിൽസിൽ 135 ഗ്രാമുമാണ് എന്ത് കിഡ്നിയുടെ സൈസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് കിഡ്നിയുടെ സ്ട്രക്ചർ നോക്കാം. ദ ഔട്ടർ ലെയർ ഓഫ് കിഡ്നി ഈസ് ടഫ് ക്യാപ്സ്യൂൾ. അപ്പൊ കിഡ്നിയുടെ ഔട്ടർ ലെയർ എന്ന് പറയുന്ന കുറച്ച്
ടഫായിട്ടുള്ള ക്യാപ്സ്യൂൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതാണ് ക്യാപ്സ്യൂൾ. ഔട്ടർ സർഫസ് ഓഫ് കിഡ്നി, അതായത് പുറത്തുള്ള സർഫസ് എന്ന് പറയുന്നത് കോൺവെക്സും ഉള്ളില് കോൺകേവുമാണ്. അപ്പൊ പുറത്ത് കോൺവെക്സും ഉള്ളില് കോൺകേവുമാണ്. ഇൻ ദ കോൺകേവ് സർഫസ് ഓഫ് കിഡ്നി ഈസ് എ നോച്ച് കോൾഡ് ഹിലം. The urethral blood vessels and nerve enter through the hilum. അതായത് കിഡ്നിയുടെ കോൺകേവ് ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഹിലം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഹിലം അതുവഴിയാണ് യൂറീറ്ററും ബ്ലഡ് വെസൽസും നെർവും ഒക്കെ എൻ്റർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു സ്ട്രക്ചർ നോക്കി, ഇതാണ് ഹിലം. കണ്ടോ, യൂറീറ്ററും ബ്ലഡ് വെസൽസ് ഒക്കെ എൻ്റർ ചെയ്യുന്നത് ഈ ഒരു ഭാഗത്താണ്. ഇന്നർ ടു ദ ഹിലം ഈസ് എ ബ്രോഡ് ഫണൽ ഷേപ്ഡ് സ്പേസ് കോൾഡ് റീനൽ പെൽവിസ്. ഈ ഹിലത്തിന്റെ ഉള്ളിലായിട്ടാണ് ഒരു ഫണൽ ഷേപ്ഡ് റീനൽ പെൽവിസ്. കണ്ടോ, ഫണൽ ഷേപ്ഡ് റീനൽ പെൽവിസ് വിത്ത് പ്രൊജക്ഷൻസ് കോൾഡ് കാലിക്സ്. അതിന്റെ അവിടെ നിന്ന് കുറച്ച് ഇങ്ങനെ ബ്രാഞ്ച് ആയിട്ട് പോയേക്കുന്നതാണ് കാലിക്സ് എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെയുണ്ട്? ഹിലം ഉണ്ട്. ഹിലം വഴിയാണ് യൂറിറ്ററും ബ്ലഡ് വെസലും നെർവൊക്കെ പോകുന്നത്. അത് മാത്രമല്ല അവിടെ ഒരു ഫണൽ ഷേപ്ഡ്, അതായത് ഹിലത്തിന്റെ ഉള്ളിലോട്ട് പോകുമ്പോൾ ഒരു ഫണൽ ഷേപ്ഡ് സ്പേസ് ഉണ്ട്, അതിനെ റീനൽ പെൽവിസ് എന്ന് പറയും. അതുകൂടാതെ അതിൽ നിന്ന് കുറച്ച് പ്രൊജക്ഷൻസ്, അതിനെയാണ് കാലിക്സ് എന്ന് പറയുന്നത്. ഇൻസൈഡ് ദ കിഡ്നി ദർ ആർ 2 സോൺ. ഇനി കിഡ്നിയുടെ ഉള്ളിൽ നോക്കുകയാണെങ്കിൽ അതിന് 2 സോൺസ് ഉണ്ട്. ഔട്ടർ ഭാഗത്തിനെ കോർട്ടെക്സ് എന്നും ഉള്ളിലെ ഭാഗത്തിനെ മെഡുല എന്നാണ് പറയുന്നത്. അപ്പൊ ഔട്ടർ ഭാഗം എന്താണ്? കോർട്ടെക്സും ഉള്ളിലെ ഭാഗത്തിനെ മെഡുല എന്ന് പറയും. ദ മെഡുല ഇസ് ഡിവൈഡഡ് ഇൻ ടു കോണിക്കൽ മാസസ്. അതായത് മെഡുലയുടെ ഉള്ളില് കുറെ മെഡുലറി പിരമിഡ്സ്, ഒരു പിരമിഡ് സ്ട്രക്ചർ കണ്ടിട്ടുണ്ടോ? വിച്ച് ഇസ് പ്രൊജക്ടിങ് ഇൻ ടു ദ കാലിക്സ്. അതിങ്ങനെ ആ കാലിക്സ് എന്ന് പറയുന്ന ഇതിലേക്ക് ഇങ്ങനെ പ്രൊജക്ട് ചെയ്തിരിക്കുന്ന ഒരു ഭാഗമാണ് ഈ മെഡുലറി പിരമിഡ് എന്ന് പറയുന്നത്. അപ്പൊ മെഡുല എന്ന് പറഞ്ഞാൽ ഉള്ളിലെ ഭാഗം. ഉള്ളിലെ ഭാഗത്തിൽ എന്തുണ്ട്? കുറെ കോണിക്കൽ മാസ് ഓഫ് മെഡുലറി പിരമിഡ്സ് ഉണ്ട്. ആ മെഡുലറി പിരമിഡ് ഇങ്ങനെ കാലിക്സുമായിട്ട് ചേർന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്. ഓക്കെ, ഇനി കോർട്ടെക്സ് എന്ന് പറയുന്നത് എന്താണ്? കോർട്ടെക്സ് എക്സ്റ്റെൻഡ് ഇൻ ബിറ്റ്വീൻ മെഡുലറി പിരമിഡ് ആസ് റീനൽ കോളം കോൾഡ് കോളംസ് ഓഫ് ബെർട്ടിനി. അതായത് ഈ മെഡുലറി പിരമിഡ് നിങ്ങൾ കാണുന്നില്ലേ, ഈ മെഡുലറി പിരമിഡിന്റെ ഉള്ളിൽ കുറച്ച് സ്പേസ് കണ്ടോ? അതായത് കോർട്ടെക്സ് ഇങ്ങനെ ഉള്ളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്താക്കുന്ന സ്ഥലമാണ് ആ സ്പേസ് എന്ന് പറയുന്നത്. ആ ഒരു ഭാഗത്തിനെയാണ് റീനൽ കോളം അല്ലെങ്കിൽ കോളം ഓഫ് ബെർട്ടിനി എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു? കിഡ്നി എന്ന് പറയുന്നത് ഒരു റെഡിഷ് ബ്രൗൺ ബീൻ ഷേപ്ഡ് യൂറിൻ ഫോമിംഗ് ഓർഗൻ ആണ്. ഇത് എവിടെയാണ് ഉള്ളത്? ലാസ്റ്റ് തൊറാസിക് തേർഡ് ലംബാർ വെർട്ടിബ്രയുടെ നടുക്കായിട്ടാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് 10-12 സെന്റിമീറ്ററും 5-7 സെന്റിമീറ്റർ വിഡ്ത്തും 2-3 സെന്റിമീറ്റർ തിക്കുമാണ്. മെയിൽസിലാണെങ്കിൽ ഒരു 150 ഗ്രാം ഉണ്ടാവും, ഫീമെയിൽസിലാണെങ്കിൽ 135 ഗ്രാമാണ് കിഡ്നി എന്ന് പറയുന്നത്. കിഡ്നിയുടെ സ്ട്രക്ചർ ഒക്കെ ആണെങ്കിൽ പുറത്ത് ഒരു ടഫ് ക്യാപ്സ്യൂൾ ഉണ്ട്. പിന്നെ കിഡ്നി എന്ന് പറയുന്നത് കോൺവെക്സും ഉണ്ട്, അതുപോലെ തന്നെ ഉള്ളിൽ കോൺകേവ് ഉണ്ട്. ഉള്ളിലത്തെ കോൺകേവ് സർഫസ് നോക്കുകയാണെങ്കിൽ ഹിലം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ആ ഹിലം വഴിയാണ് യൂറേറ്ററും ബ്ലഡ് വെസൽസും നെർവ്സും ഒക്കെ എൻ്റർ ചെയ്യുന്നത്. അതിൽ നിന്ന് ഹിലത്തിന്റെ ഉള്ളിലോട്ട് പോകുമ്പോൾ ഒരു ഫണൽ ഷേപ്ഡ് ഭാഗത്തും അതിനെ റീനൽ പെൽവിസ് എന്ന് പറയുന്നു. അവിടെ റീനൽ പെൽവിസിന് കുറച്ച് പ്രൊജക്ഷൻസ് ഉണ്ട്, അതിനാണ് കാലിക്സ് എന്ന് പറയുന്നത്. കിഡ്നിയുടെ ഉള്ളിൽ 2 സോൺസ് ഉണ്ട്, ഔട്ടർ കോർട്ടെക്സും ഇന്നർ മെഡുല എന്ന് പറയും. ഈ മെഡുലയുടെ ഉള്ളിൽ കുറെ മെഡുലറി പിരമിഡുകൾ ഉണ്ട്. ഈ മെഡുലറി പിരമിഡുകൾ ഇതിനെ പ്രൊജക്ട് ചെയ്തേക്കുന്ന കാലിക്സിലേക്കാണ്. കോർട്ടെക്സ് അവിടെ മെഡുലറി പിരമിഡിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കോർട്ടെക്സ് എക്സ്റ്റെൻഡ് ചെയ്ത് പോയിരിക്കുന്നതിനെയാണ് റീനൽ കോളം അല്ലെങ്കിൽ കോളം ഓഫ് ബെർട്ടിനി എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ഇനി അടുത്തത് നെഫ്രോൺ. നെഫ്രോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ദേ ആർ ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് കിഡ്നി. അപ്പൊ കിഡ്നിയുടെ ഫങ്ഷണൽ സ്ട്രക്ചറൽ യൂണിറ്റിനെയാണ് നെഫ്രോൺസ് എന്ന് പറയുന്നത്. ഈച്ച് നെഫ്രോൺ ഹാസ് 2 പാർട്ട്. അപ്പൊ നെഫ്രോൺ എന്ന് പറയുമ്പോൾ അതിന് 2 പാർട്ടാണുള്ളത്. ഏതൊക്കെയാണ്? ഗ്ലോമറുലസും അതുപോലെ തന്നെ റീനൽ ട്യൂബ്യൂൾ. അപ്പൊ ഏതൊക്കെയാണ് 2 പാർട്ട് നെഫ്രോണിലുള്ളത്? ഗ്ലോമറുലസും അതുപോലെ തന്നെ റീനൽ ട്യൂബ്യൂൾ. ഗ്ലോമറുലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ടഫ്റ്റ് ഓഫ് ബ്ലഡ് കാപ്പിലറി ഫോംഡ് ബൈ അഫറന്റ് ആർട്ടീരിയോൾ. അതായത് ഗ്ലോമറുലസ് നോക്കുകയാണെങ്കിൽ അഫറന്റ് ആർട്ടീരിയോൾ ഇങ്ങനെ കുറെ ഒരു കൂട്ടം ബ്ലഡ് കാപ്പിലറീസ് കാണുന്നില്ല, അതാണ് അഫറന്റ് ആർട്ടീരിയോൾ എന്ന് പറയുന്നത്. അഫറന്റ് ആർട്ടറി ഇസ് എ ഫൈൻ ബ്രാഞ്ച് ഓഫ് റീനൽ ആർട്ടറി. അതായത് റീനൽ ആർട്ടറിയുടെ ഒരു ബ്രാഞ്ചാണ് ഈ ഒരു അഫറന്റ് ആർട്ടീരിയോൾ എന്ന് പറയുന്നത്. ദ ബ്ലഡ് ഫ്രം ഗ്ലോമറുലസ്. ഇനി ഗ്ലോമറുലസിൽ നിന്നുള്ള ബ്ലഡ് ക്യാരി ചെയ്യുന്നത് ആരാണ്? എഫറന്റ് ആർട്ടീരിയോൾ. അപ്പൊ ആദ്യം ബ്ലഡ് കൊണ്ടുവരുന്നത് റീനൽ ആർട്ടറിന്ന് അഫറന്റ് ആർട്ടീരിയോൾ വഴിയും ബ്ലഡ് പുറത്തേക്ക് പോകുന്നത് എങ്ങനെയാണ്? ഈ ഒരു എഫറന്റ് ആർട്ടീരിയോൾ വഴിയാണ് ഗ്ലോമറുലസിൽ നിന്ന് ബ്ലഡ് പോകുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എ ഫൈൻ ബ്രാഞ്ച് ഓഫ് റീനൽ വെയിൻ. അപ്പോൾ എഫറന്റ് ആർട്ടീരിയോൾ എന്ന് പറയുന്നത് റീനൽ വെയിനിന്റെ ബ്രാഞ്ചും അഫറന്റ് ആർട്ടീരിയോൾ എന്ന് പറയുന്നത് റീനൽ ആർട്ടറിയുടെ ബ്രാഞ്ചാണ്. ഓക്കെ,
ഇനി നമുക്ക് എന്താണ് റീനൽ ട്യൂബ്യൂൾ എന്താണെന്ന് നോക്കാം. റീനൽ ട്യൂബ്യൂൾ എന്ന് പറഞ്ഞാൽ അതിന് കുറച്ച് പാർട്ടുകളുണ്ട്. ഇതൊക്കെയാണ് ബൊമാൻസ് ക്യാപ്സ്യൂൾ എന്ന് പറയുന്ന ഒരു കപ്പ് ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്. പിന്നെ പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബിൾ, അതായത് ഇങ്ങനെ ഒരു ട്യൂബ് കാണുന്നില്ല, അതിൽ മുകളിലത്തെ കുറച്ച് ഭാഗമാണ് PCT എന്ന് പറയുന്നത്, യു ഷേപ്പ് ഭാഗമാണ് ഹെൻലീസ് ലൂപ്പും, അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി ഒരു കോയിൽഡ് സ്ട്രക്ചറാണ് ഡിജിറ്റൽ കൺവല്യൂട്ടഡ് ട്യൂബിൾ എന്ന് പറയുന്നത്. പിന്നെ ഇപ്പുറത്തുള്ള ഒരു വലിയ കോല് പോലെ ഇരിക്കുന്ന ഭാഗമാണ് കളക്ടിംഗ് ഡക്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോന്നും നമ്മൾ പഠിക്കുന്നുണ്ട്. സോ ആദ്യം തന്നെ നമുക്ക് എന്താണ് ആ ഒരു ബൊമാൻസ് ക്യാപ്സ്യൂൾ നോക്കാം. ഇറ്റ് ഈസ് ദ ബിഗിനിങ് പാർട്ട് ഓഫ് നെഫ്രോൺ. നെഫ്രോണിന്റെ ബിഗിനിങ് പാർട്ടിനെയാണ് എന്തെന്ന് പറയുന്നത് ബൊമാൻസ് ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എ ഡബിൾ വാൾഡ് കപ്പ് ലൈക്ക് സ്ട്രക്ചർ. രണ്ട് ഡബിൾ വാൾഡ് കപ്പ് ലൈക്ക് സ്ട്രക്ചർ ആണ് ഈ ബൊമാൻസ് ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്. ദ ഗ്ലോമറുലസ് എലോങ് വിത്ത് ബൊമാൻസ് ക്യാപ്സ്യൂൾ ഈസ് കോൾഡ് മാൽപീജിയൻ ബോഡി ഓർ റീനൽ കോർപ്പസ് സെൽസ്. അതായത് ഈ ഗ്ലോമറുലസ് എന്ന് പറയുമ്പോൾ കാപ്പിലറി ഓഫ് ബ്ലഡ് വെസൽസ് ആണ്. അതും ഗ്ലോമറുലസും അതുപോലെ തന്നെ ആ കപ്പ് ഷേപ്ഡ് ബൊമാൻസ് ക്യാപ്സ്യൂളും, ഇതിനെ രണ്ടിനെയും കൂടിയാണ് മാൽപീജിയൻ ബോഡി അഥവാ റീനൽ കോർപ്പസൽസ് എന്ന് വിളിക്കുന്നത്. ഇനി പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബിൾ, അതായത് ബൊമാൻസ് ക്യാപ്സ്യൂൾ കഴിഞ്ഞ് തൊട്ടപ്പുറത്തുള്ള ഒരു ഭാഗമാണ് എന്തെന്ന് പറയുന്നത് പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബിൾ എന്ന് പറയുന്നത്. അത് കുറച്ചും കൂടി ഹൈലി കോയിൽഡ് ട്യൂബിൾ ആണ് ഈ ഒരു PCT എന്ന് പറയുന്നത്. ഇനി ഹെൻലീസ് ലൂപ്പ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലൂപ്പ് ഓഫ് ഹെൻലി എന്ന് പറയുന്നത് യു ഷേപ്പ് ആയിട്ടുള്ളതാണ്. അതിന് ആദ്യം തന്നെ ഒരു ഡിസെൻഡിങ് ലിംബ് ഉണ്ട്, പിന്നെ ഒരു അസെൻഡിങ് ലിംബ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഹെൻലീസ് ലൂപ്പ് എന്ന് പറഞ്ഞാൽ യു ഷേപ്ഡ്, ഡിസെൻഡിങ് ലിംബ് ഉണ്ട്, അസെൻഡിങ് ലിംബ് ഉണ്ട്. ഇനി DCT എന്ന് പറഞ്ഞാൽ എന്താണ് ഡിജിറ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ ആണ് DCT എന്ന് പറയുന്നത്. അതായത് ഡിസെൻഡിങ് ലിംബ് കഴിഞ്ഞ് പിന്നെ അസെൻഡിങ് ലിംബ് കഴിഞ്ഞ് വരുന്നതാണ് DCT എന്ന് പറയുന്നത്, ഡിജിറ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ. അതും ഹൈലി കോയിൽഡ് സ്ട്രക്ചർ ആണ്. അപ്പൊ എന്തെന്നാ പറഞ്ഞത്, ആദ്യം തന്നെ നമ്മൾ ഗ്ലോമറുലസിനെ കുറിച്ച് പറഞ്ഞു. ഗ്ലോമറുലസ് എന്ന് പറയുന്ന കുറെ ബ്ലഡ് കാപ്പിലറീസ് ആണ്. അതിൽ നിന്ന് റീനൽ ആർട്ടറിന്ന് ബ്രാഞ്ച് ചെയ്ത് വരുന്ന അഫറന്റ് ആർട്ടീരിയോൾസ് ഉണ്ട്. പിന്നെ എന്താണ് ഈ ഒരു ഗ്ലോമറുലസിന്ന് ബ്ലഡ് പുറത്തേക്ക് പോകുന്ന എഫറന്റ് ആർട്ടറിയോൾ ഉണ്ട്. അത് റീനൽ വെയിനിന്റെ ഒരു ബ്രാഞ്ചാണ് ഈ ഒരു എഫറന്റ് ആർട്ടറിയോൾ എന്ന് പറയുന്നത്. അത്രേ ഉള്ളൂ ഗ്ലോമറുലസ്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഭാഗത്തിനെ നമ്മൾ റീനൽ ട്യൂബ്യൂൾ എന്ന് പറയും. അതിൽ ബൊമാൻസ് ക്യാപ്സ്യൂളും PCTയും ഹെൻലീസ് ലൂപ്പും DCTയും കളക്ടിംഗ് ഡക്ട്, ഇതിനെ മൊത്തത്തിനെയാണ് റീനൽ ട്യൂബ്യൂൾ എന്ന് പറയുന്നത്. ബൊമാൻസ് ക്യാപ്സ്യൂൾ എന്ന് പറയുന്ന ഒരു കപ്പ് ഷേപ്ഡ് സ്ട്രക്ചർ ആണ്. അതായത് ഗ്ലോമറുലസ് കഴിഞ്ഞിട്ടുള്ള ഒരു ഭാഗമാണ് ഈ ഒരു ബൊമാൻസ് ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്. ബൊമാൻസ് ക്യാപ്സ്യൂളും ഗ്ലോമറുലസിനെ രണ്ടിനെയും കൂട്ടി നമ്മൾ മാൽപീജിയൻ ബോഡി അഥവാ റീനൽ കോർപ്പസൽ എന്ന് പറയുന്നു. ഇനി PCT എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഒരു ബൊമാൻസ് ക്യാപ്സ്യൂൾ കഴിഞ്ഞിട്ട് ഒരു ഹൈലി കോൾഡ് ട്യൂബിൽ, അതിനെയാണ് എന്തെന്ന് പറയുന്നത് PCT എന്ന് പറയുന്നത്. ഇനി ഹെൻലീസ് ലൂപ്പ് എന്ന് പറയുന്നത് അതൊരു യു ഷേപ്ഡ് ആണ്. അസെൻഡിങ് ലിംബ് ഉണ്ട്, ആദ്യം ഡിസെൻഡിങ് ലിംബ് ഉണ്ട്, അസെൻഡിങ് ലിംബ് ഉണ്ട്. അസെൻഡിങ് ലിംബിൽ നിന്ന് കണ്ടിന്യൂ ചെയ്ത് വരുന്നതാണ് DCT, അതായത് ഡിജിറ്റൽ കൺവല്യൂട്ടഡ് ട്യൂബിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഏറ്റവും ലാസ്റ്റത്തെയാണ് കളക്ടിംഗ് ഡക്ട്, അതായത് DCT ഓഫ് മെനി നെഫ്രോൺ ഓപ്പൺ ഇൻ ടു സ്ട്രേറ്റ് ട്യൂബ് ടു ഫോം കളക്ടിംഗ് ഡക്ട്. അപ്പൊ DCT ഓപ്പൺ ചെയ്തിരിക്കുന്ന ഒരു ഭാഗമാണ് കളക്ടിംഗ് ഡക്ട് എന്ന് പറയുന്നത്. മെനി കളക്ടിംഗ് ഡക്ട് കൺവേർജ് ആൻഡ് ഓപ്പൺ ഇൻ ടു എ റീനൽ പെൽവിസ് ത്രൂ മെഡുലറി പിരമിഡ് ഇൻ ദ കാലിക്സ്. അപ്പോൾ ഈ ഒരു കളക്ടിംഗ് ഡക്ട് എന്ത് ചെയ്യുന്നുണ്ട്, കളക്ടിംഗ് ഡക്ട് ഒക്കെ കൺവേർജ് ചെയ്ത് അത് ഓപ്പൺ ചെയ്താക്കുന്നത് എങ്ങോട്ടേക്കാണ്, ഇൻ ടു ദ റീനൽ പെൽവിസ് ത്രൂ മെഡുലറി പിരമിഡ്. ഇനി ഈ ഒരു പൊസിഷൻ ഓഫ് നെഫ്രോൺസ് ഇൻ ദ കിഡ്നി, മാൽപീജിയൻ കോർപ്പസൽ, PCT, DCT ആർ ലൊക്കേറ്റഡ് ഇൻ ദ കോർട്ടെക്സ്. അതായത് ഇവരുടെ ഈ ഒരു നെഫ്രോൺസിന്റെ പൊസിഷൻ നമുക്ക് അറിയണം. അതിൽ ഈ മാൽപീജിയൻ കോർപ്പസൽ എന്ന് പറയുന്നത് ബൊമാൻസ് ക്യാപ്സ്യൂളും ഗ്ലോമുലറസും കൂടി ചേർന്നതിനെയാണ് മാൽപീജിയൻ കോർപ്പസൽ എന്ന് പറയുന്നത്. അതും PCTയും DCTയും ഇതൊക്കെ കിഡ്നിയുടെ കോർട്ടെക്സ് എന്ന് പറയുന്ന ഭാഗത്തുണ്ട്. മെഡുല എന്ന് പറയുന്ന ഉള്ളിലുള്ള ഭാഗത്താണ് ഹെൻലീസ് ലൂപ്പും കളക്ടിംഗ് ഡക്റ്റും ഉള്ളത്. ഓക്കെ, ഇനി ടൈപ്സ് ഓഫ് നെഫ്രോൺസ് നോക്കാം. അക്കോർഡിംഗ് ടു ദ ലെങ്ത് ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലി, നെഫ്രോൺസ് ആർ ഓഫ് 2 ടൈപ്പ്. അപ്പൊ ഹെൻലീസ് ലൂപ്പിന്റെ ലെങ്ത് അനുസരിച്ച് നെഫ്രോൺസിന് 2 ടൈപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതാണ്, കോർട്ടിക്കൽ നെഫ്രോൺസും അതുപോലെ തന്നെ ജസ്റ്റാ മെഡുലറി നെഫ്രോൺസ്. ഓക്കെ, അതിൽ കോർട്ടിക്കൽ നെഫ്രോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിന്റെ ഹെൻലീസ് ലൂപ്പ് എന്ന് പറയുന്നത് വളരെ ഷോർട്ട് ആണ്. അപ്പൊ അത് കുറച്ച് ഭാഗം മെഡുലയുടെ കുറച്ച് ഭാഗത്തേക്ക് മാത്രമേ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളൂ. 85% ഓഫ് നെഫ്രോൺസ് എന്ന് പറയുന്നത് അപ്പൊ കോർട്ടിക്കൽ നെഫ്രോൺസ് ആണ്. ഇനി രണ്ടാമത്തെ നെഫ്രോൺ ആണ് ജസ്റ്റാ മെഡുലറി നെഫ്രോൺ. അതിന്റെ ഹെൻലീസ് ലൂപ്പ് നല്ല നീളമുണ്ട്, അതുകൊണ്ട് മെഡുല എന്ന് പറയുന്ന ഉൾഭാഗത്തേക്ക് ഡീപ്പായിട്ട് പോകാനായിട്ട് സാധിക്കും. അതാണ് ജസ്റ്റാ മെഡുലറി നെഫ്രോൺ. അപ്പൊ കോർട്ടിക്കൽ നെഫ്രോൺ എന്ന് പറയുന്നത് ഹെൻലീസ് ലൂപ്പ് ചെറുതാവുമ്പോൾ മെഡുലയിലേക്ക് അധികം അങ്ങോട്ട് പോയിട്ടുണ്ടാവില്ല. ഓക്കെ, പിന്നെ ഉള്ളത് ജസ്റ്റാ മെഡുലറി നെഫ്രോൺ. അതിന്റെ ഹെൻലീസ് ലൂപ്പ് എന്ന് പറയുന്നത് വലുതാണ്, ലോങ് ആണ്. ഓക്കെ,
ഇനി അടുത്തത് വാസ റെക്റ്റ. വാസ റെക്റ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹെൻലിസ് ലൂപ്പിനെ കവർ ചെയ്തിരിക്കുന്ന ഒരു ബ്ലഡ് വെസൽ ആണ്. ഹെൻലിസ് ലൂപ്പിനെ സറൗണ്ട് ചെയ്തിരിക്കുന്ന ഒരു ബ്ലഡ് വെസലിനെയാണ് വാസ റെക്റ്റ എന്ന് പറയുന്നത്. ദ എഫറന്റ് ആർട്ടീരിയോൾ എമർജിംഗ് ഫ്രം ഗ്ലോമറുലർ ഫോം എ ഫൈൻ കാപ്പിലറി നെറ്റ്വർക്ക് അറൌണ്ട് ദ റീനൽ ട്യൂബിൾ കോൾഡ് പെരിട്യൂബുലർ കാപ്പിലറീസ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ എഫറന്റ് ആർട്ടീരിയോൾ എന്ത് ചെയ്യും? ഗ്ലോമറുലസിൽ നിന്ന് വന്ന് ഒരു കാപ്പിലറി നെറ്റ്വർക്ക് റീനൽ ട്യൂബിളിന് ചുറ്റും ഇങ്ങനെ ഉണ്ടാക്കും. അതിനെ നമ്മൾ മൊത്തത്തിൽ പെരിട്യൂബുലർ കാപ്പിലറീസ് എന്ന് പറയും. അതിൽ ഒരു ചെറിയ മൈന്യൂട്ട് വെസലിനെയാണ് വാസ റെക്റ്റ എന്ന് പറയുന്നത്. ഈ വാസ റെക്റ്റ മെയിൻ ആയിട്ട് ഹെൻലിസ് ലൂപ്പിന് പാരലൽ ആയിട്ട് ഇങ്ങനെ റൺ ചെയ്ത് പോകും. അതും യു ഷേപ്പ് തന്നെയാണ്. ഓക്കെ, ആൻഡ് ദ ബ്ലഡ് ഫ്ലോ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഇൻ 2 limbs ഓഫ് വാസ റെക്റ്റ. വാസ റെക്റ്റ ഈസ് ആബ്സെന്റ് ഓർ ഹൈലി റെഡ്യൂസ്ഡ് ഇൻ കോർട്ടിക്കൽ നെഫ്രോൺസ്. അപ്പൊ കോർട്ടിക്കൽ നെഫ്രോൺസ് എന്ന് പറയാൻ ഹെൻലിസ് ലൂപ്പ് ചെറുതാണല്ലോ, അവിടെ വാസ റെക്റ്റ ഒന്നില്ലെങ്കിൽ ഹൈലി റെഡ്യൂസ്ഡ് ആണ്, അല്ലെങ്കിൽ ഒട്ടും ഉണ്ടാവാറില്ല. സോ ഇത്രയും കാര്യങ്ങളാണ് ഇതിലുള്ളത്. സോ താങ്ക് യു.